നമ്മുടെ രാഹുലിന് സമ്പൂർണ്ണ സപ്പോർട്ടുമായി ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബം. അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മൂത്ത മോൾ മറിയ രാഹുലിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എനിക്ക് പേഴ്സണലി ഭീഷണിയാണ്. LDFിൻ്റെ CPMകാർ ഇൻസ്റ്റഗ്രാമിൽ നിരന്തരം ഭീഷണിയാണ്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും നമ്മുടെ രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം എനിക്ക് വരുന്ന കമൻറ്റ്, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നറിഞ്ഞിട്ട് എൻ്റെ സംസാരം ശരിയില്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുകയാണ്. ഒരു കാര്യം പറയുകയാണ്, ഞാൻ കാസർഗോഡുകാരനാണ്, പിന്നീട് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുംബൈയിലാണ്. അതുകൊണ്ട് മലയാളം നിങ്ങൾ സംസാരിക്കുന്നത് പോലെ തിരുവനന്തപുരക്കാരും എറണാകുളക്കാരും സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. ഞാൻ കാസർഗോഡുകാരനാണ്. അപ്പോൾ എൻ്റെ ഭാഷയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് എന്നെ കളിയാക്കുകയാണ്, എനിക്കെതിരെ സൈബർ അറ്റാക്ക്, എൻ്റെ സംസാരം ശരിയില്ല എന്ന് പറഞ്ഞിട്ട്. മക്കളെ, ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ എന്നെ എത്രമാത്രം വിമർശിച്ചാലും പ്രശ്നമില്ല. രാഹുലിന് നീതി കിട്ടുന്നത് വരെ ഞാൻ പോരാടും. ഓക്കെ. ഷെഹനാസിന് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ CPMകാരുടെ കുരു പൊട്ടും. സബ്സ്ക്രൈബേഴ്സ് കൂടണം. അതായത് രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്നവരുടെ അക്കൗണ്ടിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് അവറ്റകൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം, ഇന്നലെ പിണറായി വിജയനെതിരെ ഒരു യുവതി നല്ലോണം കൊടുത്തിട്ടുണ്ട്. അത് വലിയ വിവാദമാണ്. നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ട് നോക്കണം. അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിന്റെ വലിയ മകള് നമ്മുടെ രാഹുലിനെ കുറിച്ച് പറയുന്ന ഭാഗം ഞാൻ വെച്ചു തരാം. ഓക്കെ. മാത്രമല്ല നമ്മൾ കാണുന്നത്, ഞാൻ പറയണ ഇവര് തന്നെ കയറണം. എന്തെന്നറിയാമോ? കട്ട മുടിക്കണവൻ കയറണം. അപ്പോഴേ ജനങ്ങൾ പഠിക്കുള്ളൂ. ഇവനെ തന്നെ കയറ്റണം. ഈ രാഷ്ട്രീയത്തിൽ ഇവനെ തന്നെ കയറ്റി ഇരുത്തി ഇവനെ തറയിൽ തുറപ്പെടുത്ത് ഈ പ്രാവശ്യം കയറിയിരിക്കണം. പെണ്ണുങ്ങൾ ചാണാമുക്കി അടി തുടങ്ങും. അതിന് ഒരു മാറ്റമില്ല. അന്ന് ഞങ്ങളെ പോലെയുള്ള ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അടിച്ചിറക്കുക. ഇത്രയും ജനങ്ങൾ ഒരു മന്ത്രി ഇങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ടാ? ഞങ്ങൾ ജനിച്ചു വളർന്ന നാടല്ലേ, നമുക്കറിഞ്ഞൂടി. ഒരു ജനങ്ങള് ഏതെങ്കിലും മന്ത്രിമാരെ ആക്ഷേപിച്ചിട്ടുണ്ടാ? ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാള് നാണം ചുണിയുണ്ടാ? ഇയാൾക്ക് പറങ്കാവിനാണ് തൊലിക്കട്ടി. പറങ്കാവിന്റെ തൊലിക്കട്ടിയാണ്. അതിനെ ചെത്തിയാലും അടിച്ചാലും അത് നൂത്ത് വലിച്ചെടുക്കാൻ പാടും. പണ്ട് പറങ്കാവിന്റെ തൊലി അതേപോലത്തെ ഒരു ജന്മമാണ്. ഒരു മതത്തിനെയും കുറ്റം പറയണില്ല. അയ്യപ്പൻ എന്ന് പറയുമ്പോ എല്ലാ ജനങ്ങളും പോണേണ്. അവിടെ ആരും വേർതിരിപ്പില്ല. ഈ കള്ളം ചെന്ന് അത് മോട്ടിക്കാൻ പോയേ. എന്താല്ലേ, ഈ യുവതിയെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യണമെന്നാണ് ചില സഖാക്കൾ പറയുന്നത്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടത് സോണിയാഗാന്ധിയാണെന്നാണ് CPMകാർ പറയുന്നത്. നാണമില്ലാത്ത CPMകാർ. ഉണ്ണികൃഷ്ണനും പോട്ടിയും പിണറായി വിജയനും കൂടിയിട്ടാണ് സ്വർണം കട്ടതെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് മറിയ എന്താണ് പറയുന്നത്, ഉമ്മൻചാണ്ടി സാറിന്റെ മൂത്ത മകൾ എന്താണ് പറയുന്നത്, അത് ഞാൻ വെച്ച് തരാം. ഓക്കെ. അതിനുശേഷം ഞെട്ടിക്കുന്ന ചില ഓഡിയോ ക്ലിപ്പ്, ഒരു ഫോൺ സംഭാഷണം വന്നിട്ടുണ്ട് രാഹുൽ കേസിൽ. അതായത് VD സതീശൻ കുടുങ്ങുകയാണ്. ഓക്കെ. ആ ഒരു ഫോൺ സംഭാഷണം ഞാൻ വെച്ച് തരാം. മറിയക്ക് എന്താണ് പറയാനുള്ളത് അത് ആദ്യം കേൾക്കാം. ഓക്കെ. ഞാനൊരു സ്ത്രീപക്ഷവാദിയൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഇക്വാലിറ്റി, പുരുഷനും സ്ത്രീയെയും ഒരുപോലെ കാണണം എന്നുള്ളൊരു നിലപാടുള്ളൊരു വ്യക്തിയാണ്. എന്താ വെച്ചാൽ, ഒരു സ്ത്രീ പറഞ്ഞതുകൊണ്ട് പുരുഷൻ ശിക്ഷിക്കപ്പെടാനും ഒരു പുരുഷൻ പറഞ്ഞതുകൊണ്ട് സ്ത്രീ ശിക്ഷിക്കപ്പെടാനും പാടില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നാം നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഈക്വൽ സ്റ്റേറ്റസ് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ ഒരു സ്ത്രീയാണ്. ആ ഇന്ത്യ ആയിലാകാം നമ്മുടെ പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റ് എല്ലാം സ്ത്രീകൾ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. അത്രയും എന്ന് പറഞ്ഞ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ രണ്ടുപേർക്കും തുല്യ അവകാശം വേണമെന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്ത്രീ പറഞ്ഞുകൊണ്ട് പുരുഷനെയും പുരുഷൻ പറഞ്ഞതുകൊണ്ട് സ്ത്രീയെയും ക്രൂശിലേറ്റുന്നത് ഒരിക്കലും ശരിയായ, നമ്മൾ നീതിയുടെ ഭാഗം, നീതി ആരുടെ പക്ഷത്താണ്, ന്യായം ആരുടെ പക്ഷത്താണ് എന്ന് നോക്കി വേണം നിൽക്കണം എന്നുള്ള ഒരു അതൊക്കെ നമുക്ക് സെൽഫായിട്ട് തോന്നേണ്ട അത് നമ്മുടെ സെൽഫ് തോട്ടാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഓരോരുത്തരും സ്വന്തമായിട്ട് തീരുമാനിക്കണം. ഓരോ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി അതിന്റെ മെറിറ്റ് നിശ്ചയിക്കുക എന്നുള്ളത്. അല്ലാതെ സ്ത്രീ പറഞ്ഞതുകൊണ്ട് പുരുഷൻ തെറ്റുകാരനാകണം എന്നില്ല. അല്ലെങ്കിൽ പുരുഷൻ ബ്ലെയിം ചെയ്ത ഉടനെ സ്ത്രീ. ഓക്കെ. ഈ വാക്ക് കേട്ടിട്ട് CPMന്റെ ചില ആൾക്കാർ അറ്റാക്കായി എന്നാണ് കേൾക്കുന്നത്. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, മറിയയും ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബം മൊത്തത്തിൽ നമ്മുടെ രാഹുലിനാണ് സപ്പോർട്ട്. അത് എന്തിന് സപ്പോർട്ട് കൊടുക്കുന്നു?
അവർക്കറിയും ഉമ്മൻചാണ്ടി സാറിനെ എങ്ങനെയാണോ CPM-കാർ കുടിക്കത് അതുപോലെ രാഹുലിനെയും കൊടുക്കുന്നു എന്ന് അവർക്കറിയും. അതുകൊണ്ടാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫോൺ സംഭാഷണം വന്നിട്ടുണ്ട്, അത് വെക്കുന്നതിന് മുമ്പ് ഷെഹനാസിന് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രാഹുലിനെ വെറുതെ ഇല്ലാത്ത ആരോപണം വന്ന ആ ഷെഹനാസിന് 8ന്റെ നിലയിൽ ഷെഹനാസ് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ. എഴുത്തുകാരിയുമായ MA ഷഹനാസിന് ജാമ്യമില്ലാ വാറണ്ട്. എഴുത്തുകാരൻ VR സുധീഷ് നൽകിയ അപകീർത്തി കേസിലാണ് വാറണ്ട്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത CIക്ക് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മെമ്മോ അയച്ചു. അജി കുഞ്ഞുമോനുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്. അജി, എന്താണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം? ഇക്കാര്യത്തിൽ ഷഹനാസിന്റെയും CIയുടെയും ഒക്കെ വിശദീകരണം എന്താണ്? 2023 ഗോകുൽ ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കോഴിക്കോട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഡിസംബർ 26, 2025 ഷഹനാസ് കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. മുമ്പൊക്കെ നമ്മളൊരു തെറ്റ് ചെയ്താൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് ഒരു 10 or 15 വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ദിവസത്തിനുള്ളിലോ ദൈവം എന്നോട് ചോദിക്കും. അതായത് നമ്മുടെ നല്ല ഈ വൃത്തികെട്ട ഷഹനാസ് രാഹുലിനെതിരെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അതിനെതിരെ ഷഹനാസ് മുങ്ങി. ഇപ്പോൾ ഒളിവിലാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും പൊക്കും ഷഹനാസിന്. അത്രയും കുടുങ്ങിയിട്ടാണ് ഷഹനാസ് ഉള്ളത്. ഞെട്ടിക്കുന്നൊരു ഫോൺ സംഭാഷണമുണ്ട്. അത് VD സതീശനാണ് 8ന്റെ പണി കിട്ടാൻ പോകുന്നത്. ആ ഫോൺ സംഭാഷണം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ദ റിയൽ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ആ ട്രെയിലറിൽ പറയുന്നത് കേരളത്തിൽ ഹിന്ദുക്കൾക്ക് മുസ്ലിമീങ്ങൾ ബീഫ് കൊടുക്കുന്നുണ്ട്, നിർബന്ധിച്ച് ബീഫ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഒരു കാര്യം ഇടയ്ക്ക് പറയുകയാണ്. നമ്മളിവിടെ ജാതിമത ഭേദമില്ലാതെ ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ തമ്മിൽ തല്ലിക്കുകയാണ് ആ വൃത്തികെട്ട നായ്ക്കളൊക്കെ. ഇവിടെ ഒരേ ദൈവമുള്ളോ, ആ ദൈവത്തിൻ്റെ പേര് മനുഷ്യ ദൈവം. ഒരേ മതമുള്ളോ, ആ മതത്തിൻ്റെ പേര് മനുഷ്യമതം. അങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നായ്ക്കളായ നോർത്ത് ഇന്ത്യക്കാർ നമ്മളെ ഇവിടെ തമ്മിൽ തല്ലിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു യുവതി പറഞ്ഞത് വലിയ വിവാദമാണ്. അതിനുശേഷം ബിഗ് ബോസ് താരം റന ഫാത്തിമയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും വിവാദമാണ്. അത് രണ്ടും ഞാൻ വെച്ചു തരാം. അതിനുശേഷം ഞെട്ടിക്കുന്ന രാഹുൽ മാങ്കൂടത്തിലും VD സതീശന്റെ ആ ഒരു ഫോൺ സംഭാഷണം ഞാൻ വെച്ചു തരാം. ഓക്കെ. സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. അതിനാര് കാണുന്നു? ട്രെയിലറിന്റെ മുഴുവൻ കാണാൻ പറ്റാത്ത അവസ്ഥ. ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവരുടെ അവകാശം ആണ്. എമ്പുരാനെ പറഞ്ഞല്ലോ ഞാൻ ഓൾ ദി ബെസ്റ്റ്. പക്ഷെ എൻ്റെ ഒരു അവകാശമാണ് കാണാൻ പറ്റി. എനിക്ക് കാണണമെങ്കിൽ ഞാൻ കാണില്ല. അത് മുഖ്യമന്ത്രി അല്ലല്ലോ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ നിങ്ങൾ എമ്പുരാന് 34 അധികം ഭാഗം സെൻസർ ചെയ്തത്. ആ ആന്റഗണിസ്റ്റിന്റെ പേര് വരെ എന്തിനു മാറ്റി? OTTയിൽ ഇറങ്ങിയ ഒരു സിനിമയിൽ ബീഫ് എന്ന വാക്ക് പറയുന്നത് കൊണ്ട് അത് മ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. ഹാല് എന്ന് പറയുന്ന മലയാള സിനിമയിൽ ബീഫ് ബിരിയാണി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CBFC എത്ര ദിവസമാണ് സർട്ടിഫിക്കേഷൻ ഡിലേ ആക്കിയത്? ഇന്ത്യയിൽ നടക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ സിനിമയാക്കുമ്പോൾ അതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് ബാൻ ചെയ്യുന്നു, സെൻസർ ചെയ്യപ്പെടുന്നു? പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും അപ്പൊ നിങ്ങൾക്ക് വേണ്ടേ? ഈ കേരള സ്റ്റോറിയിൽ ബീഫ് എന്ന് പറയുമ്പോൾ നിങ്ങളത് മ്യൂട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ അത് സെൻസർ ചെയ്യുന്നില്ല. ട്രെയിലർ പോലും ഒരു പ്രശ്നമില്ലാണ്ട് ഇറക്കുന്നു. അതിന്റെ ആദ്യത്തെ ഭാഗത്തിന് നിങ്ങൾ നാഷണൽ അവാർഡ് വരെ കൊടുക്കുന്നു. ഇനി ഇത് തിരിച്ചാണ് സംഭവിച്ചെങ്കിലോ ഏതെങ്കിലും ക്രിസ്ത്യനെ കൊണ്ടോ മുസ്ലിമിനെ കൊണ്ടോ ഫോഴ്സ് ചെയ്ത് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്ന ട്രെയിലറിലിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പുകിലുണ്ടാക്കിയിരുന്നു? ആ ഒരു ട്രെയിലർ ഇറക്കാൻ നിങ്ങൾ സമ്മതിക്കോ? ആ ഡയറക്ടറിനെയും ആ ക്രൂനെയും എന്തൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാം. കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗം കണ്ടിട്ട് ഇപ്പോഴും പല വീഡിയോസിന്റെ താഴെയും ആ കേരള സ്റ്റോറി ഞങ്ങൾ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കോമന്റ് ചെയ്യുന്ന മലയാളികൾ അല്ലാത്ത മനുഷ്യന്മാര്. അപ്പൊ ഇവരൊക്കെ ഇത് വിശ്വസിക്കുന്നവരാണ്. ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രോപ്പഗണ്ട മൂവി ഇറങ്ങിയിട്ട് മലയാളികളെ എല്ലാം മാറ്റാം, BJPക്ക് ഇവിടെ ഇലക്ഷന് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആദ്യം പറയാം, ഞങ്ങൾ ചാണകവും മൂത്രവും അല്ല കഴിക്കുന്നത്, പൊറാട്ടയും ബീഫും ആണ്. 100% ശരിയല്ലേ? ഇവിടെ ഒരേ ഒരു മതമുള്ളൂ, മനുഷ്യമതം. അങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലേ? 3 ദിവസത്തെ ദുനിയാവാണ്. എന്തിനാണ് വർഗ്ഗത? ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ കയ്യിൽ മരിച്ചേക്കാം. ഇത്ര ചെറിയ ദുനിയാവിൽ വെറും സെക്കൻഡ് മാത്രം ജീവിക്കുന്ന നമ്മൾ എങ്ങനെ എപ്പോൾ മരിക്കുമെന്നറിയാത്ത ഈ ദുനിയാവിൽ എന്തിനാണ് വർഗ്ഗീയത? ഓക്കെ, റന ഫാത്തിമ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതും വിവാദമാണ്. അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, നമ്മളെല്ലാരും കേരള സ്റ്റോറി 2ന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. मर जाऊंगी लेकिन बीफ नहीं खाऊंगी. അതിൽ
അതിലൊരു സീൻ ഉണ്ട്, ഒരു പെൺകുട്ടിക്ക് നിർബന്ധിപ്പിച്ച് ബീഫ് കഴിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവള് പറയുകയാണെങ്കിൽ ഞാൻ ചത്താലും ബീഫ് കഴിക്കൂലാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റ്? ഒന്നാമത്തെ കാര്യം, ആ പെൺകുട്ടി ആദ്യമായിട്ടാണ് ബീഫ് കഴിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഭാഗത്തല്ല തെറ്റ്, അവളുടെ വീട്ടുകാരുടെ ഭാഗത്താണ് തെറ്റ്. ചെറുപ്പം മുതലേ ബീഫ് കഴിപ്പിച്ച് പഠിപ്പിക്കണമായിരുന്നു. പിന്നെ ബീഫ് മാത്രം കൊടുത്താൽ ആരാണ് ഫസ്റ്റ് തന്നെ കഴിക്കുക? കൊടുത്തത് അതിനെക്കാട്ടി വലിയ മണ്ടന്. അറ്റ്ലീസ്റ്റ് ബീഫ് കൊടുക്കുന്ന സമയത്ത് ഒരു പൊറോട്ടെങ്കിലും സൈഡിൽ വെച്ച് കൊടുക്കണ്ടേ. പിന്നെ ഇങ്ങനെ കൈ പിടിച്ച് ബലം പ്രയോഗിച്ചിട്ടല്ല ബീഫ് കൊടുക്കുക. ബീഫാണെന്ന് തന്നെ പറയാതെ കൊടുത്തൂടെ? ഫോർ എക്സാമ്പിൾ ചിക്കൻ മീറ്റ് ആണെന്നോ, മട്ടൺ മീറ്റ് ആണെന്നോ, പോർക്ക് മീറ്റ് ആണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുറെ പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് റന ഫാത്തിമ പറയുന്നത്. ഞെട്ടിക്കുന്ന ആ ഒരു ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം. VD സതീശൻ കുടുങ്ങുന്ന ഒരു ഫോൺ സംഭാഷണമാണ്. ഓക്കെ, 4-ാം തീയതി സാറ് പറഞ്ഞ ആശയങ്ങൾ മുഴുവനും ഞാൻ 2-3 ആഴ്ച മുമ്പേ ആലോചിച്ച കാര്യങ്ങളായിരുന്നു. ഇവിടെ രാഹുൽ സ്വതന്ത്രനായിട്ട് നിൽക്കണം. അത് ഏറ്റവും അവസാന കാലത്ത് ഇനി നോമിനേഷൻ നാളെ മുതൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു സമയം വരുമ്പോൾ നേരെ തന്നെ കേക്കറ്റിന്റെ അവിടെ പോയി നിൽക്കുക. തീർച്ചയായിട്ടും രാഹുൽ അവിടെ ജയിക്കും. കാരണം ട്രെൻഡ് അതാണ്. അപ്പൊ കേക്കറ്റിന് ഇതിനകത്ത് നമുക്ക് ഔട്ടാക്കാനും പറ്റും. ആ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ കേക്കറ്റും വിലയില്ലാണ്ട് പോകും. രാഹുൽ കയറി നിൽക്കും. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണ് സാർ പറഞ്ഞതും. ഒരു പാർട്ടി, ഒരു സ്വതന്ത്ര കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുക ഇവര്. ഈ കുഴൽനാടനെയും പിന്നെ റാഫിനോടൊക്കെ കൂടി ആലോചിച്ചിട്ട് അവിടെയുള്ള ചെറുപ്പക്കാരെ മുഴുവനും കൂടി എടുത്തുകൊണ്ട് അവരൊരു ഗ്യാങ് ആയിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് അതിനകത്ത് നിൽക്കട്ടെ എല്ലാവരും. അല്ലാത്ത സ്ഥലത്തൊക്കെ നല്ല ചുറുചുറുക്കുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ എല്ലാ കേരളത്തിന്റെ എല്ലാ ജില്ലയിലും കൊണ്ടു നിർത്തുക നോമിനേഷൻ കൊടുത്തിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് കോൺഗ്രസിൽ തന്നെ 2 പാർട്ടി എഗ്നസ്റ്റ് ആയിട്ട് ഒരു പാർട്ടി വരുമല്ല. അതിനകത്ത് ബലം കിട്ടണ എപ്പോഴും രാഹുലുള്ള പാർട്ടി മാത്രമേ ബലമായിട്ട് വരുള്ളൂ. കേക്കറ്റിനൊക്കെ അതിനകത്ത് വെറുതെ നിസാര പാർട്ടിയായിട്ട് പോവുകയും ചെയ്യും. കേക്കറ്റൊക്കെ നിൽക്കുന്നിടത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേക്കറ്റിന് എന്താ വിലയുള്ളത്? രാഹുൽ അവിടെ തന്നെ നിന്ന് ജയിക്കണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുക. എവിടെയെങ്കിലും ഒരു പറ്റിയ സ്ഥലത്ത് നല്ലൊരു ചാൻസ് നോക്കിയിട്ട് സാറ് നിൽക്കണം. ഇല്ല, നമുക്ക് അതിനൊന്നും താല്പര്യവും സമയമുള്ള ആളുകളല്ല. സാറിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സാർ എനിക്ക് തന്നെ പേടിയാവും സാറിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ. എന്റെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ജീവനിൽ ഭയം ഇല്ലേ എന്നോർത്ത് പോകും ഞാൻ. പക്ഷെ അങ്ങനെയൊക്കെ അത്രക്കും ചങ്കുറ്റത്തോടുകൂടി ഇതിനു വേണ്ടി ഇറങ്ങിയേക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും നിൽക്കണമെന്ന്. എന്നിട്ട് ആ പ്രസ്ഥാനം നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞതിന് തങ്ങളുടെ ഒരു അഭിപ്രായത്തിന് നന്ദി. പക്ഷേ നമ്മളുടെ മാർഗം അതല്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് മീഡിയ പേഴ്സൺ നമ്മളിത് തുറന്നു കാണിക്കുന്നു, ശബ്ദമില്ലാത്തവരുടെ നാവായി മാറുന്നു. അത് ഓരോ സമയങ്ങളിൽ നമ്മൾ അത് ആ കർത്തവ്യം ചെയ്തു പോകുന്നു എന്നത് മാത്രം. അന്നേരം ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ഒരു വിഷയമാണുള്ളത്. നാളെ ഇതിനേക്കാളും മറ്റൊരു ഇഷ്യൂ വരും. അന്നേരം അതിനുവേണ്ടി നമ്മൾ നിലകൊള്ളും. അന്നേരം ഇതാണ് നമ്മളുടെ ഒരു ദൗത്യം. അന്നേരം നമ്മൾ അതിനകത്ത് ഒരു ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ വഴിവിരിഞ്ഞ് VD സതീശ രാഹുലിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ സീറ്റ് കൊടുക്കണം. എത്ര പേരാണ് രാഹുലിന് സപ്പോർട്ട്? രാഹുലെങ്കാലം സ്വതന്ത്രനായി എന്ന് കഴിഞ്ഞാൽ 100% രാഹുൽ വിജയിക്കും. VD സതീശ, നിങ്ങൾ എന്താണ് വിചാരിച്ചത് രാഹുലിനെ കുറിച്ചിട്ട്? ഞാൻ ഒരു ഒപ്പീനിയൻ സർവേ കൊണ്ടുവരുന്നുണ്ട്. നാളെ പറ്റുന്നുണ്ടെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അതായത് പാലക്കാടിലെ മണ്ഡലത്തിലേക്ക് മാത്രം അവിടുത്തെ ആൾക്കാരോട് നമ്മൾ വാട്സപ്പിലൂടെ ഒരു ലിങ്ക് അയച്ചിട്ട് രാഹുൽ ജയിക്കുമോ, രാഹുൽ നിങ്ങൾ അതായത് സ്വതന്ത്രനായിരുന്നാൽ വോട്ട് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സർവേ ഫലമാണ്. ഏതായാലും നാളെ റെഡി ആവുന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. തൽക്കാലം മൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.